നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്ലവർ വർഗീസ് ഇത്തരക്കാരിയായിരുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു കഥകെ തുറന്താൽ എന്ന് പറയുന്ന പാട്ട് പാടി വൈറലായ ഒരു സഹോദരിയാണ് ക്ലവർ വർഗീസ്. ആ സഹോദരി ഒരു പാസ്റ്റർ മകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് വടക്കേ ഇന്ത്യയിൽ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്ററും കുടുംബമാണ്. അവരുടെ പാട്ടിനെ യേശു കഥകെ തുറന്താൽ എന്ന പാട്ട് തലയിൽ തുണിയിട്ടുകൊണ്ട് സാധാരണ ഒരു വേഷം, ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ധരിക്കുന്ന സ്ത്രീകൾ ധരിക്കുന്ന വേഷം ധരിച്ചുകൊണ്ട് ആ കൊച്ച് ആ സ്റ്റേജിൽ നിന്ന് പാടി. ആ പാടിയ പാട്ട് റാപ്പ് മോഡലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കുറെ പാട്ടുകാരന്മാര് ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ കുട്ടിയെ അപമാനിച്ച ഒരുപാട് വീഡിയോകൾ പുറത്തിറങ്ങി. മാത്രമല്ല ഈ റീൽസ് ചെയ്യുന്നവരും ആ പാട്ടിനെ എടുത്ത് അവർ പരിഹസിക്കുകയും വളരെ വികൃതമായി അതിനെ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതിനെതിരെ എല്ലാം ചെറുതായിട്ടൊക്കെ മറുപടി കൊടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. കാരണം ഞാൻ ബൈബിൾ കേന്ദ്രീകൃതമായ ഉപദേശത്തിന് വിരോധമായി പറയുന്നവർക്ക് മാത്രമാണ് ഞാൻ ശത്രുവായി കണക്കൂട്ടുന്നത്. അല്ലാതെ ഒരു പാട്ട് പാടിയത് കൊണ്ടോ ഒരു പ്രവചിച്ചത് കൊണ്ടോ ഒരു അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ അവരൊന്നും എൻ്റെ വീഡിയോയുടെ കണ്ടന്റായി മാറുന്നില്ല. എന്നാൽ ആ സ്ത്രീക്കെതിരെ എത്രമാത്രം രീതിയിൽ ട്രോളുകളും എത്രമാത്രം അപമാനപരമായും പരിഹാസവുമാണ് ഈ പെന്തക്കോസ്ത് സമൂഹത്തിനിടയിലുള്ള ആൾക്കാർ പടച്ചുവിട്ടത്. എന്നാൽ ഒരു അനുകൂലമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരുന്നത് ഒരു സ്ത്രീ തന്നെ പറയുകയാണ് അവരെ കുറിച്ച് ചില കാര്യങ്ങൾ. നമുക്ക് അതൊന്ന് കേൾക്കാം. അതായത് എന്താണ് ക്ലവർ വർഗീസ് അവിടെ ചെയ്തത്? ഞാൻ ഇതുവരെ കണ്ട വീഡിയോകളിൽ പലതും, ഞാൻ ഇതുവരെ കണ്ട പല അഭിപ്രായങ്ങളും ഒക്കെ വായിച്ചെങ്കിലും വീഡിയോയിൽ ഒരു സ്ത്രീ വന്ന് ആ ക്ലവർ വർഗീസിനെ ആരാണ്, എന്താണ് ആ സഹോദരി ചെയ്തതിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഈ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. എന്താണ് ഈ സഹോദരി ക്ലവർ വർഗീസിനെ കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. ഹായ് എവ്രിവൺ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനായ പെന്തക്കോസ്ത് സമൂഹത്തിലെ ചില ആൾക്കാരോടുള്ള ഒന്നുകിലൊരു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം എൻ്റെ തന്നെ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് ഒരു പെൺകുട്ടി സ്റ്റേജിൽ നിന്ന് ഒരു ആത്മീയ വേദിയിൽ നിന്ന് പാട്ട് പാടുന്ന ഒരു വീഡിയോ ഇടുന്നത് കാണുവാനിടയായി. ഞാനും അതിൽ പോയൊരു കമൻ്റ് ഇട്ടിരുന്നു. പക്ഷേങ്കിൽ അതിൽ വന്ന കമൻറ്റുകൾ വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ സങ്കടമാണ് തോന്നിയത്. അതിൽ കമൻ്റ് ഇട്ടിരിക്കുന്ന പലരും അതിൽ പെൺകുട്ടികൾ, ഈ പെൺകുട്ടിയുടെ തന്നെ പ്രായമോ അതിൽ കൂടുതലോ ഒക്കെയുള്ള മൈക്കും ഒക്കെ പിടിച്ച് പ്രൊഫൈൽ പിക്ചറുമായിട്ട് നിൽക്കുന്ന ഗാനകോകിലങ്ങളായിരിക്കാം, അതുപോലുള്ള പെൺകുട്ടികൾ വരെയുണ്ട്. എനിക്ക് നിങ്ങളോടൊക്കെ ഒന്ന് ചോദിക്കാനുണ്ട്. ഈ പെൺകുട്ടി അവൾ പരിസരം മറന്ന് ഒരു ആത്മീയ വേദിയിൽ കർത്താവിനെയാണ് അവിടെ ഉയർത്തിയത്. അവളുടെ മനസ്സിൽ നിന്ന് തോന്നിയ, അല്ലെങ്കിൽ അവളുടെ മനസ്സ് കണ്ണുകളടച്ച് തലയിൽ തുണിയുമിട്ട് മാന്യമായ വസ്ത്രധാരണവും ചെയ്ത് അവൾ കർത്താവിനെയാണ് അവിടെ ഉയർത്തിയത്. നിങ്ങളിൽ എത്ര പേർക്ക് പ്രാക്ടീസ് ഇല്ലാതെയും അല്ലെങ്കിൽ 100 പ്രാവശ്യം കുട്ടിയും പാടിയും പഠിച്ചും ഒക്കെ അല്ലാതെ ഇതുപോലെ സ്റ്റേജിൽ നിന്ന് സ്വയം മറന്ന് എത്ര പേർക്ക് ഇങ്ങനെ പാടുവാൻ പറ്റും? ആ കുട്ടിയുടെ എക്സ്പ്രഷൻസ് ഇച്ചിരി കൂടിപ്പോയതാണ് നിങ്ങളുടെ പ്രശ്നം. ദൈവം എല്ലാവരെയും ഒരേ തട്ടിലല്ല നിർത്തുന്നതും എല്ലാവരെയും ഒരേപോലെയല്ല ഉയർത്താൻ ആഗ്രഹിക്കുന്നതും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലും നന്നായി പാടുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ ഒരു പൊടി സ്റ്റേജോ അല്ലെങ്കിൽ ഒന്നും ഒരു ഉയർച്ചയും ഇല്ലാതെ കിടക്കുന്ന പലരും കാണും. പക്ഷെ ദൈവത്തിന് ഓരോരുത്തരെ പറ്റിയും ഓരോ രീതിയിലാണ് അവരെയൊക്കെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഈ പെൺകുട്ടിയെ പുട്ട് ഡൗൺ ചെയ്തത് വഴി നിങ്ങൾ എന്താണ് നേടിയത്? സ്ത്രീജനങ്ങളെ, സഹോദരികളെ, നിങ്ങളുടെ ഒരു അനിയത്തിയെ പോലെ കാണേണ്ട ഈ പെൺകുട്ടിയെ നിങ്ങൾ അവിടെ താറുമാറാക്കി കമന്റുകൾ ഇട്ടതുകൊണ്ട് നിങ്ങൾ എന്ത് നേടി? പെന്തക്കോസ്ത് സമൂഹത്തോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ. ഈ 18ാം നൂറ്റാണ്ടിലും വെട്ടം കണ്ടിട്ടില്ലാത്ത നൂറ്റാണ്ടുകളിൽ കിടക്കുന്ന ആളുകളെ പോലെ നിങ്ങൾ ഈ ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ വളർന്നു വരേണ്ട ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് പകരം അവരെ തച്ചുടക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു പെൺകുട്ടിയെ ഈ ഒരു വേദിയിൽ പാടിയത് കൊണ്ട് ഇത്രമാത്രം പുട്ട് ഡൗൺ ചെയ്തത് വഴി അതിന് വലിയ വേദികളെ ആക്ച്വലി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. ദൈവം സത്യത്തിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് അവിടെ ചെയ്തത്. എനിക്ക് ഈ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ അറിഞ്ഞത് വെച്ച് ഒരു SP വർഗീസ് എന്ന് പറയുന്ന ഒരു ദേവദാസന്റെ മകളാണത്. നല്ല രീതിയിൽ നല്ല മോറൽ വാല്യൂസിൽ ഒരുപാട് കഷ്ടപ്പാടുകളിൽ കൂടി ജീവിച്ച് ഒരു സ്വന്തം ബ്രദറിനെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണത്. ഒരുപാട് നല്ല രീതിയിൽ വളർന്ന ഒരു വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളുടെ ഒരു മകളാണത്. ആ പെൺകുട്ടി അവളുടെ സാക്ഷ്യവും അല്ലെങ്കിൽ അവൾക്ക് അത്രയും ഇതൊന്നും നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്ത് ഒരു സ്റ്റേജിൽ പോയി നിന്ന് പാടിയാൽ വരുന്ന ഒരു ആരാധന അന്തരീക്ഷമല്ലായിരുന്നു അത്.
നിങ്ങളൊക്കെ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നവരും അല്ലെങ്കിൽ ഒരുപാട് ആത്മീയ ബാക്ക്ഗ്രൗണ്ട് പറയാനുള്ളവരും ഒക്കെ ആയിരിക്കും. പക്ഷെങ്കിൽ അങ്ങനെയൊന്നും ഉള്ള ഒരു അനുഭവ സമ്പത്ത് കൊണ്ടല്ലാതെ വെറുതെ ഇങ്ങനെ ഒരിടത്ത് ജനിച്ചു വളർന്നതുകൊണ്ട് മാത്രം കിട്ടുന്ന ഒരു ആത്മീയ ഉത്തേജനമല്ല ആ പെൺകുട്ടിയിൽ എനിക്ക് കാണാൻ സാധിച്ചത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും സഹോദരിമാരും അനിയത്തിമാരും ഒക്കെ ഉള്ളവരല്ലേ. ഒരിക്കലും ഇങ്ങനെ വളർന്നു വരുന്ന അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു സോഷ്യൽ സ്റ്റിഗ്മയുണ്ട്. അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ ഇങ്ങനെ പാടുള്ളൂ, ഇങ്ങനെ പാടാൻ പാടുള്ളൂ, കാല് നിലത്ത് തന്നെ ഉറച്ചിരിക്കണം, കൈകൾ കൊട്ടാൻ പാടില്ല, ഇങ്ങനെയുള്ള ഓരോ സോഷ്യൽ സ്റ്റിഗ്മ നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു അലിഖിത നിയമം പോലെയുണ്ട്, എഴുതി വെക്കപ്പെടാത്ത ചില നിയമങ്ങൾ. അതിനകത്ത് മാത്രം നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു നല്ല തലമുറയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിൽ തന്നെ ഇതുപോലുള്ള ഒരു വലിയ പ്രമുഖ സ്റ്റേജിൽ ഞാനൊരു 3-4 വർഷം ഞാൻ എഴുതിയൊരു പാട്ട് പാടുവാനായിട്ട് എന്നെ പാട്ടുകാർ അവിടെ ഉള്ളവർ, ഞാൻ പാട്ടുകാരി ആയതുകൊണ്ടല്ല, ഞാൻ എഴുതിയതുകൊണ്ട് മാത്രം ഒരുപാട് നിർബന്ധിച്ചതിന് ശേഷമാണ് ഞാൻ ആ സ്റ്റേജിൽ കയറിയത്. എൻ്റെ തലയിൽ നിന്ന് തുണി മാറിപ്പോയപ്പോൾ അത് പിന്നെ ഒരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ പുറത്തും കൂടെ ആയിരിക്കാം. കുറേ വാട്സപ്പ് സ്ക്രീൻഷോട്ടുകൾ എൻ്റെ തലയിൽ നിന്ന് തുണി മാറിപ്പോയതിൻ്റെ പേരിൽ ഒരുപാട് പറന്ന് നടന്നിരുന്നു. അന്ന് ആ ഒരു സ്റ്റേജിൽ എനിക്ക് പാടാൻ കഴിവ് ഉണ്ടായിട്ടല്ല, പാട്ട് എഴുതിയതുകൊണ്ട് മാത്രം പാടേണ്ടി വന്നു. അന്ന് എനിക്കുണ്ടായ ഒരു ഹ്യൂമിലിയേഷൻ അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതിനുശേഷം അവിടെ സ്റ്റേജിലിരുന്നവരും അവരാരും ഒന്നുമല്ല, ഇതുപോലെ സ്ക്രീൻഷോട്ടിൽ വൃത്തികേടുകൾ എഴുതി പോയതുകൊണ്ട് ഉണ്ടായ ഒരു മാനസിക വിഷമം അതെനിക്ക് എത്രമാത്രം ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അതൊക്കെ അനുഭവിച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു പെന്തക്കോസ്ത് സമൂഹത്തിൽ നമ്മളായതുകൊണ്ട് ഇതുപോലുള്ള ചില ചട്ടക്കൂടുകൾക്കകത്ത് നിൽക്കണമെന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ഇപ്പോഴത്തെ കാലത്തൊന്നും നടക്കത്തില്ല. ബൈബിളിൽ തന്നെയുണ്ട്, നിങ്ങൾ സ്തുതിക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും, അല്ലെങ്കിൽ അന്ത്യകാലങ്ങളിൽ ഈ കുഞ്ഞു കുട്ടികളിൽ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. ആ പെൺകുട്ടി ആ സ്റ്റേജിൽ നിന്ന് പാടിയപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ഹന്ന ഒരു ആവശ്യക്കാരിയായിരുന്നു. ബൈബിളിൽ ഒരു ശമൂവേൽ ബാലന് ജന്മം കൊടുത്ത ഹന്ന അവൾക്ക് എന്തോ ഭ്രാന്താണെന്ന് പറഞ്ഞ് ഏലി പുരോഹിതൻ പറഞ്ഞ കഥ നമുക്കറിയാം. ചിലപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ വരുന്ന അല്ലെങ്കിൽ ഈ സോഷ്യൽ സ്റ്റിഗ്മയ്ക്ക് പുറത്ത് വന്ന് ഇതുപോലെയുള്ള ആത്മീയ സ്റ്റേജുകളിൽ അവളുടെ സാക്ഷ്യമാണ് ആ പാട്ടിൽ, അല്ലെങ്കിൽ അവളുടെ ജീവിതമാണ് ആ പാട്ടിൽ ആ കുട്ടി കാണിച്ചത്. ആ പെൺകുട്ടിക്ക് നല്ലൊരു ഭാവിയുള്ള അല്ലെങ്കിൽ വളരെ വളരെ പ്രമുഖയായി മാറേണ്ട ഒരു വർഷിപ്പ് ലീഡർ, അതായത് ഒരു ഇൻബോൺ വർഷിപ്പ് ലീഡർ എന്ന് ഞാൻ അവളെ വിളിക്കും. അതല്ലാതെ പാടിയും പ്രാക്ടീസ് ചെയ്തും ഒരുപാട് പരിശീലനങ്ങൾ കൊണ്ടും ഒന്നും വളർത്തിയെടുത്ത ഒരു കഴിവൊന്നുമല്ലാതെ അത് ദൈവം കൊടുത്തതാണെന്ന് നമുക്ക് ആ കുട്ടിയുടെ ആ ഒരു ആ സ്റ്റേജിൽ ആ കുട്ടി ആരാധിച്ചത് കണ്ടപ്പോൾ അതൊരു പെർഫോമൻസ് ആയിട്ടല്ല എനിക്ക് തോന്നിയത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കുതികാൽ വെട്ടുകളും സ്റ്റേജിനും പണത്തിനും പ്രതാപത്തിനും വേണ്ടിയിട്ട് കത്തിക്കുത്തുകളും കൊല്ലാൻ വരെയും തെറി വിളിക്കാൻ വരെയും മടിക്കാത്ത ഒരു പെന്തക്കോസ്ത് സമൂഹത്തിലെ ലീഡർഷിപ്പ് നമ്മുടെ കണ്ണുമുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരെ അടിച്ച് താഴെയിടാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. അത് ഒരുപക്ഷെ നാളെ നിങ്ങളുടെ മകളാവാം, നിങ്ങളുടെ പെങ്ങളാവാം, നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ആവാം. ഇതുപോലെ വളർന്നു വരുമ്പോൾ അവർ പോയൊരു DJ പാർട്ടിയിലോ വെറിക്കൂത്തുകളിലോ നിശാ ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ അതുപോലെ വൃത്തികെട്ട ഒരു സ്ഥലത്തല്ല പെൺകുട്ടി ആരാധിച്ചത്. അതുപോലുള്ളൊരു സ്ഥലത്ത് പോയാൽ നിങ്ങൾ അവളെ വീണ്ടും കല്ലെറിയും. സോ ഒരു നല്ല സ്റ്റേജിൽ വന്ന ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി പാടിയ ഒരു പെൺകുട്ടിയെ നിങ്ങളിങ്ങനെ പുട്ട് ഡൗൺ ചെയ്യുന്നതിന് പകരം അവളെ ഒന്ന് കൈപിടിച്ച് കരകയറ്റാൻ നോക്കൂ. അതുപോലെ സമൂഹത്തിൽ അനേക ടാലൻസ് ഉള്ളതും ദൈവാശ്രയം ഉള്ളതുമായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവും. അതുപോലെ ഈ സമൂഹത്തിൽ അതുപോലുള്ള നല്ല ദൈവാശ്രയമുള്ള അനേക സഹോദരങ്ങളുണ്ട്. അവരെ നിങ്ങൾ അടിച്ച് താഴെയിടുന്നതിന് പകരം അവരെ നിങ്ങൾ കരകയറ്റാൻ നോക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇതിൽ കൂടുതൽ മറുപടി ഒന്നും ഈ വിമർശകന്മാരായിരിക്കുന്ന ഈ ആത്മീയ കപടവാദികളായിരിക്കുന്ന യുവമാർ അർഹിക്കുന്നില്ല. വളരെ കൃത്യവും വ്യക്തമായി ഇത്തരത്തിലുള്ള കാര്യം സംസാരിച്ച സഹോദരിക്ക് ആശംസകൾ. അപ്പോൾ തന്നെ സ്റ്റേജിൽ അന്യഭാഷ പറയുന്ന, സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യുന്ന കപടവാദികളെ, അത് ഉള്ളിൽ നിന്നുണ്ടായ ആരാധനയും ഉള്ളിൽ നിന്നുണ്ടായ എക്സ്പ്രഷനും ഉള്ളിൽ നിന്നുണ്ടായ മഹത്വമാണ്. അത് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രസാദമാണ്. അല്ലാതെ പ്രാക്ടീസ് കൊണ്ട് അന്യഭാഷ പറയുക, പ്രാക്ടീസ് കൊണ്ട് പാടുക, പാടാതിരിക്കുക, ദൈവത്തെ ആരാധിക്കാതിരിക്കുക, പിന്നെ ഒരു ശൈലി മാത്രമേ പാടുള്ളൂ. കേരളമല്ല, ലോകമാണ് കർത്താവിൻ്റെ കയ്യിരിക്കുന്നത്. നീ ഈ കുളത്തിൽ കിടന്ന്
കർത്താവിനെ നോക്കാതെ നീ കർത്താവിനെ നോക്കിക്കൊണ്ട് ലോകത്തെ നോക്കണേ. അപ്പം ഇതാണ് മറുപടി. സഹോദരിക്ക് ആശംസകൾ. ഗോഡ് ബ്ലസ് യു.